ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഗൈസ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗുമായിട്ട് വരുന്നത് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ നമ്മൾ പോൾ ഇട്ടപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞാണ് ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് നമുക്കൊരു അൻപൊലിപ്പറയുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ മാത്രമല്ല, നമ്മളോട് ഇന്ന് കാത്തും കൂടെ ഉണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അൻപൊലിപ്പറയ്ക്ക് പോയിട്ട് കാണാവേ. നമ്മൾ നേരെ ഇനി അൻപൊലിപ്പറയ്ക്ക് പോകണം ഗൈസ്. അവിടെ ചെന്നിട്ട് എല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അത് പോയി കാണാം. അപ്പോൾ ഈ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു അൻപൊലിപ്പറ നടക്കുന്നത്. ഞാനും കാത്തു എല്ലാവരും കൂടെ നേരെ ചെന്നിട്ടുണ്ട്. അതായത് കാത്തുവിനെ പിടിച്ച് ആരോ താലത്തിന് നിർത്തിയിട്ടുണ്ട്. കാത്തു ഇപ്പം ചേരിപ്പിട്ടുകൊണ്ടാണ് ഈ താലപ്പൊലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അൻപൊലിപ്പറ എല്ലാം കഴിഞ്ഞ് നേരെ ഇപ്പം വീട്ടിലോട്ട് വരാൻ പോവാണ്. അൺബോക്സിംഗ് ചെയ്ത് നോക്കാം ഗൈസ്. ഇതിനകത്ത് എന്തുവാന്നേ, ഇതെന്തോ ഇതിന്റെ പകുതി ആരടി കരണ്ടി തിന്നത് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അപ്പം കിട്ടിയിട്ടുണ്ട്, കഴിച്ചു നോക്കാവേ. കൊള്ളാം ഗൈസ്. പകുതി കാത്തു തിന്നാൻ തോന്നുന്നു. പിന്നെ ഇത് ഉണ്ണിയപ്പം കഴിച്ചേ, പകുതിയോടെ വച്ചേക്കണം. ഇല്ല, അടുത്ത നോക്ക്. പിന്നെ ഇതെന്താ ഗൈസ്, ഒരു ഉഴുന്നോട. പിന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അവർ തന്നിട്ടുണ്ടേ. പിന്നെ എന്താണ് ഇത്, പഴം. ഒരു പഴവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ രണ്ടും ഇതൊന്ന് കഴിച്ചിട്ട് വരാവേ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഗൈസ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതും പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം ഗൈസ്. അതൊരു ചെറിയ വ്ളോഗാണ്, നിങ്ങൾ അത്രയായിട്ട് കൂട്ടിയാൽ മതി. നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട നമ്മൾ അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാത്തു ഇവിടെ എല്ലാം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇവിടെ വന്നിരുന്നാണ് ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അതെ അതെ അതെ, നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്പോട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മളെ വീഡിയോ എടുക്കുന്നതും ഇത് നമ്മളെ പേര ഗൈസ്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇത് നമ്മളുടെ പേരക്കൊക്കെ വെച്ചിട്ടില്ല, നാച്ചുറൽ പേരയാണ്. കാത്തു ഇപ്പോൾ ഒരു പേരക്ക വെച്ച് കാണിക്കേ ഗൈസ്. ഇവിടെയൊക്കെ അടിപൊളി പേരക്ക കിട്ടും. എന്തേ നാച്ചുറൽ പേരയാണ്. കഴിച്ച് പല്ലൊടി കയ്യിരുന്നേനെ ഗൈസ്. ഇവിടെ എല്ലാം പേരയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മൾ വീഡിയോ എടുക്കുന്ന ലൊക്കേഷനെ കാണാം. വെറുതെ എന്നാ പേരക്കുള്ള വിച്ച് കളഞ്ഞു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്ഥലം. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി നേരെ കാണാൻ പോകുന്നത് നമ്മൾ എന്നും വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് ഗൈസ്. എന്നും വീഡിയോ എടുക്കുന്നത് ഗൈസ്. നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കും ഗൈസ്. ഇവിടെ ഇത്രയും നല്ല സ്ഥലം കിടന്നിട്ട് നമ്മൾ എന്ത് മാറ്റാനോ അതന്നെ കണ്ടോ. ഇതാണ് നമ്മുടെ കൈത. ഇവിടെ നിന്നാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് കണ്ടോ. കാത്തു പറഞ്ഞേടി ഹലോ ഗൈസ്. നമ്മൾ കാത്തൂർ ആ ഒരു ഡയലോഗ് മാത്രമേ ഇവിടെ നിന്ന് പറയത്തുള്ളൂ കേട്ടോ. ഇതാണ് അടുത്ത സ്ഥലം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗൈസ്. കാണാൻ പറ്റുന്നത് നല്ല വെയില് കണ്ടോ. പിന്നെ നമ്മൾ ഈ മരത്തിന്റെ അവിടെ നിന്ന് എടുക്കും. പിന്നെ ഈ ബോട്ട് കണ്ടോ, ഈ ബോട്ടിന്റെ അവിടെ, ഈ ബോട്ട് നമ്മൾ വന്ന് ഇരിക്കാൻ വേണ്ടി എടുത്തിട്ടേക്കുന്നതാണ്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ വ്യൂ കണ്ടോ. ഇതാണ് അടിപൊളി വ്യൂ ആണ്. കായലല്ല ഗൈസ്, അത് കുഴിയാണ്. കായലാന്ന് പോലും, കായൽ കണ്ടോ ഗൈസ്. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കാണാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഗൈസ്. ഇല്ലടി, ഇത് കായലല്ല, ഇത് കണ്ടായിരുന്നു എല്ലാം പോച്ച കയറിയേ. ഇനി കാത്തിനൊരു ഡാൻസ്, രണ്ട് സ്റ്റെപ്പ് പാട്ടിടാം. ഞാൻ ഏതേലും പാട്ട് പാടി ഡാൻസ് കളിച്ചോ. ഇനി കാത്തുവിന്റെ ഒരു ചെറിയ ഡാൻസ് കാണാവേ. കാത്തു ഇവിടെ ഡാൻസ് കളിക്കാൻ ഒരുങ്ങി നിൽക്കോ. കാത്തു ഡാൻസ് കളിച്ചോ. നീ പാട്ട് പാടി ഡാൻസ് കളിച്ചോ. എടി ഇവിടെ ഇന്ന് കാണത്തില്ല. ഓക്കെ ഇവിടെ ഡാൻസ് കളിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. കാത്തുവിന്റെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, പിന്നെ കമന്റ് ചെയ്യൂ ഇവിടെ ഡാൻസ് എങ്ങനെ ഉണ്ടെന്ന്. വേണ്ട അതൊക്കെ മതി ഗൈസ്. അപ്പൊ നമുക്ക് ഇനിയും ഗൈസ് വീട് ഞങ്ങൾ ഇപ്പോഴേ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഹോം ടൂർ ചെയ്യലേടി. ഹോം ടൂർ ഗൈസ് കാണാനൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഹോം ടൂർ ചെയ്യാം കാത്തുവിന്റെ വീടിന്റെ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇനിയും നേരെ എന്ത് ചെയ്യണം ഗൈസ് ഒന്നും അറിയത്തില്ല. ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ രാവിലെ എണീക്കുക, പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുക. അതിലടി ഇതേ നമ്മൾ കാത്തുവിന്റെ വീടിന്റെ വാതിക്ക് എത്തിയിട്ടുണ്ട്. കാത്തു നമ്മളെ വീട് പരിചയപ്പെടുത്തി തരുവേ. വാവ്, വാട്ട് എ ബ്യൂട്ടി ഗൈസ്. ഇതിനകം പിന്നെ കാണിച്ചല്ലേ, ഞെട്ടും. പിന്നെ ഗൈസ് അതാണ് എൻ്റെ വീട്. പിന്നെ അമ്പലം ഗൈസ്. ഇത് അമ്പലം, നമ്മുടെ അമ്പലമാണ്.
അപ്പൊ നിങ്ങളെ ഒരു പൂ പരിചയപ്പെടുത്തരാം. അത് പൂ എന്തോന്ന് പറഞ്ഞു കൊടുക്കടി. ഇതാണ് നാഗപ്പൂ. ഇതിൽ കൊറേ നാഗങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഇതിനകത്ത് നാഗങ്ങളല്ലേ, ഇതിനകത്ത് നിറച്ച് തേനീച്ചയുണ്ട് ഇല്ലേ? മഴ പെയ്യുന്ന പോലെ രണ്ട് ഇതിന്റെ പൂ കിടക്കുന്നുണ്ടോ? മുല്ലപ്പൂ. ഇതിന്റെ പേര് നാഗപ്പൂ എന്നാ. നാഗപ്പൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയാന്ന് കമന്റ് ചെയ്യും. ഇതുണ്ട്, ഇതാണ് പൂ. ഉറുമ്പ് കടിച്ചു ഓടിച്ച. ഓക്കെ ഗൈസ്, ഇനിയും എന്റെ വീട്ടിലോട്ട് കിടക്കാം. ഇതാണ് കാത്തുന്റെ പട്ടിയെ പരിചയപ്പെടുത്തില്ലേടി? ഇതാണ് എന്റെ കുട്ടപ്പായി. അയ്യോ, കറക്റ്റ് പേരല്ലേ? ക്യൂട്ടല്ലേ ഗൈസ്? എന്തോ എവിടുന്ന് ഗൈസ്, ഇതാണ് എന്റെ വീട് ഗൈസ്. ഇതൊക്കെ നമ്മള് ഒരു ദിവസം ഹോം ടൂർ ചെയ്യാം അല്ലേ? 3 മണി ആയിട്ടുണ്ട് ഗൈസ്. 3 മണി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഗൈസ് മാങ്ങ വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. മാങ്ങ വെച്ച് ഇപ്പോൾ നമ്മളൊരു പൊട്ടിത്തെറിച്ച മാങ്ങ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മാങ്ങയും നേരെ മുളകും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ കാത്ത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വ്ളോഗിൽ ദേവും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പൊട്ടിത്തെറിച്ച മാങ്ങ ഉണ്ടാക്കാവേ ഗൈസ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മുളക് ഇട്ട് കൊടുക്കാവേ ഗൈസ്. കാത്തും ദേവും കൂടാണ് ഇത് സെറ്റ് ആക്കുന്നത് ഗൈസ്. അപ്പോൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കവറിനകത്താക്കിയിട്ട് തല്ലി പൊട്ടിക്കാവേ. ഓക്കെ, മാങ്ങ എല്ലാം എടുത്ത് ഇടുവാണ് ഗൈസ്. ആ സവാളയും കൂടെ. ഓക്കെ, ഇനി മാങ്ങ എടുത്തോണ്ട് വരൂ, നമുക്ക് അവിടെ തല്ലി പൊട്ടിക്കാം. ഗൈസ്, നമ്മുടെ മാങ്ങ കാണിക്കേ. മാങ്ങ നമ്മൾ ഈ കവറിനകത്താക്കിയിട്ടുണ്ടേ. എവിടെ തല്ലി പൊട്ടിക്കും? ആ, തല്ലി പൊട്ടിച്ചു. എന്തോ തുണി നനയ്ക്കുന്നോ? അയ്യോട് മാങ്ങയാണ് തകർത്തടിയാണ്. എന്റെ ഇതെന്തോ മാങ്ങ തകർത്ത് എന്ത് വെളിയിലെടുത്തേ നീ കാത്തു അടിക്കണം. എടി മാങ്ങ തെറിച്ച് പോയി. ഓണ്ടോ തെറിച്ച് പോയി. ഒരു മാങ്ങ കളഞ്ഞ് എടുത്തേ. എന്തേ ഈ മാങ്ങയെങ്കിലും താടി പൈസ. ഒരു മാങ്ങ തേണ്ടേ അയ്യത്തെടുത്തിട്ടേ. എന്ത് പരിപാടിയാണ് കാണിച്ചത്? വാ, പൊട്ടിത്തെറിച്ച മാങ്ങയിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടേ. ഒരെണ്ണം നമുക്ക് കിട്ടി. അത് പൊട്ടിത്തെറിച്ച മാങ്ങ. ഇനി തുറന്നേ ഗൈസ്, എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അത് മാറ്റി വെച്ചത് വരാം. വാവ് ഗൈസ്, വാവ്. ഇത് വേറെ ഏതോ സൈസ് മാങ്ങയായി പോയി. ഇത് പൊട്ടിത്തെറിച്ച് നശിച്ചു പോയി. ഇവളാ ഇത് പൊട്ടിത്തെറിപ്പിച്ചത്. ഇതാ ഒറിജിനൽ പൊട്ടിത്തെറിച്ച മാങ്ങ. നമ്മുടെ പൊട്ടിത്തെറിച്ച മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. പിള്ളേർ ഇത് പൊട്ടിത്തെറിപ്പിച്ച് കൊള്ളാം, അടിപൊളി. എണ്ണയുടെ ടേസ്റ്റ് നല്ല എണ്ണ ഫ്ലേവറും ഉപ്പും മുളകും. ഇത് പൊട്ടിത്തെറിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് തല്ലി പൊട്ടിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം.